Crow, the lucky mascot of Curry and Spices RanjusOwn. Keep watching. അപ്പോൾ ആദ്യം തന്നെ പ്രഷർ കുക്കറിലേക്ക് 3 മീഡിയം സൈസ് പൊട്ടറ്റോ ഇത് ഞാൻ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ സവോള ഇതേപോലെ കുറച്ച് തിന്നായിട്ട് കട്ട് ചെയ്തത് ഒരു സവോള, അതൊരു മീഡിയം സൈസ് സവോള. അപ്പം 3 മീഡിയം സൈസ് പൊട്ടറ്റോയ്ക്ക് ഒരു മീഡിയം സൈസ് സവോള. പിന്നെ പച്ചമുളക് എരിവനുസരിച്ചിട്ട് ഞാനൊരു 3 വലിയ പച്ചമുളകാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു 3 ചേർക്കുന്നുണ്ട്. കറിവേപ്പില ആവശ്യത്തിന്. പിന്നെ ഒരു ചെറിയ 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 ചെറിയ അല്ലി വെളുത്തുള്ളി, പിന്നെ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇനി ഈ പൊട്ടറ്റോ ഒന്ന് വേവാനുള്ള വെള്ളം ഞാനൊരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 200 ml ഗ്ലാസിൻ്റെ 2 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി ഒരു 3 വിസിൽ കേൾക്കണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ നോർമലി എനിക്ക് എൻ്റെ കുക്കർ അനുസരിച്ചിട്ട് 3 വിസിൽ മതി. അത് അവരവരുടെ കുക്കറിൻ്റെ ഏത് കുക്കർ മോഡൽ അനുസരിച്ചിട്ട് വേണം. ചിലവർക്ക് 3 വിസിൽ മതിയാവും, ചിലവർക്ക് അത് 4 വിസിലാവും. സാധാരണ നമ്മൾ പൊട്ടറ്റോ വേവിക്കുന്നത് എത്ര വിസിലാണോ അത്ര എടുക്കുക. 3 വിസിലൊക്കെ കേൾപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. നമ്മുടെ പൊട്ടറ്റോ എല്ലാം ഒന്ന് വെന്തു. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തിട്ട്, അപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് ഇതൊന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാം. എന്നിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇത് നന്നായിട്ട് ഞാനൊന്ന് തിളപ്പിച്ചു. ഇനിയും നമുക്ക് 1 കപ്പ് തേങ്ങാപ്പാലാണ്, അത് 200 ml ഗ്ലാസിൻ്റെ മെഷർമെൻറ്റിൽ 1 കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പം കോക്കനട്ട് മിൽക്ക് പൗഡർ ആണ് ഇടുന്നതെങ്കിൽ ഇത് നല്ല തിക്കായിട്ട് തന്നെ ഗ്രേവി ഇരിക്കും. അതേസമയം നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇടണമെങ്കിൽ കുറച്ച് തിക്നെസ്, അത്രയും ഒരു തിക്നെസ് കിട്ടില്ലല്ലോ. അപ്പോൾ തിക്നെസ് കിട്ടണമെങ്കിൽ പൊട്ടറ്റോ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഒരു 3-4 പൊട്ടറ്റോ ഇതിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ഇതേപോലെ ഉടച്ചു കൊടുക്കുക. അപ്പം കുറച്ചുകൂടെ നന്നായിട്ട് നല്ല തിക്കായിട്ട് ഇരിക്കും നമ്മുടെ സ്റ്റൂ. ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്കൊന്ന് കടുക് വറുത്ത് ചേർക്കണം. ഇനി കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, പിന്നെ വറ്റൽമുളക്, പിന്നെ ചെറിയ ഉള്ളി. ഇത് ഓപ്ഷനിലാണ്, വേണ്ടാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ആ ചെറിയ ഉള്ളി ഇടുമ്പോൾ നമുക്ക് അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരില്ലേ. എന്തും നമ്മൾ കടുക് വറുക്കുമ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കറിവേപ്പില. അങ്ങനെ നമ്മളുടെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന പൊട്ടറ്റോ സ്റ്റൂ ഇവിടെ റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം കറി ആൻഡ് സ്പൈസസിൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്യുക. അതേപോലെ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ പറയണേ. താങ്ക് യു.